നിപ്പയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അവർക്കൊക്കെ സത്യത്തിൽ നിപ്പ എൻകഫലൈറ്റിസ് ഇതൊക്കെ വന്നിട്ട് ഉള്ളിലൊരു തരം ആസ്മാരം മാതിരി വന്നിട്ട് കുറേ പേർക്ക് ഇങ്ങനെ ഇത് ഡിസബിലിറ്റി വരും. സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ അവിടെ രക്തസഞ്ചാരം നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. അവസ്മാരത്തിൽ രക്തസഞ്ചാരത്തിന് കുഴപ്പമൊന്നുമില്ല. അവിടെ അതിൻ്റെ ഇലക്ട്രിക്കൽ ഡിസ്ഫങ്ഷൻ മാത്രമേ ഉള്ളൂ. രക്തം നേരെ കിട്ടുന്നുണ്ട്. പിന്നെ അവസ്മാരം പലപ്പോഴും ഒരുപാട് നേരം നിൽക്കില്ല. അത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും. ഒരുപാട് നേരം നിർത്താതെ അവസ്മാരം ഉണ്ടാക്കണം. അത് വളരെ സീരിയസാണ്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വരെ അതിൻ്റെ താഴേക്കുള്ള അവസ്മാരാണെങ്കിൽ അത് ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് ഒന്നുമല്ല. നമുക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് അതിനനുസരിച്ച് നോക്കാനൊരു സമയം കിട്ടും. അവസ്മാരത്തിൽ തന്നെ വേറെ ഒരു ഇതുണ്ട്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്നത് 30 മിനിറ്റിലേറെ നിർത്താതെ ബോധക്കേട് ഉണ്ടാവുന്നത്. പിന്നെ അതിൽ തന്നെ സൂപ്പർ റിഫ്രാക്ടറി സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും. നമ്മളൊരു 3 മരുന്നൊക്കെ കൊടുത്ത് വെന്റിലേറ്ററിലൊക്കെ ഇട്ടു എങ്ങനെ ചെയ്തിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം അവസ്മാരം ഭയങ്കര ഡേഞ്ചറസ് തന്നെയാണ്. അത് രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ കുറേ പേർക്കും സ്ട്രോക്കിനെ പോലെയോ അതിലേറെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പെർമനൻറ്റ് ഡിസബിലിറ്റി, ഓർമ്മക്കുറവ്, മറ്റേതൊക്കെ വരും. അപ്പോൾ ഈ ചിലതരപ്പോൾ നമ്മൾ നിപ്പയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അവർക്കൊക്കെ സത്യത്തിൽ നിപ്പ എൻകഫലൈറ്റിസ് ഇതൊക്കെ വന്നിട്ട് ഉള്ളിലൊരു തരം ആസ്മാരം മാതിരി വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നിട്ട് തന്നെ കുറേ പേർക്ക് ഇങ്ങനെ ഇത് ഡിസബിലിറ്റി വരും.